ആ കുട്ടക്കോര ഈ പൊട്ടൻ പണ്ട് കുട്ടൻ ചുട്ടു നിന്നവനാ. അവനിപ്പോ 10 കുട്ടം കിട്ടിയ മട്ടൻ മാത്രവും. ഞാൻ തമാശ പറഞ്ഞതല്ല. മട്ടൻ കഴിക്കരുതെന്നല്ല എന്റെ വാദം, കഴിച്ചു എന്നല്ല, അഹങ്കാര വാർത്താനം അതിന്. പിന്നെ മോള് എല്ലാവരും യൂസ് ചെയ്തില്ല. അവള് കിങ് ഫിഷ്, അത് നിങ്ങളുടെ ഇരുപാണ്ടപ്പോ ഞാൻ തെറ്റുക. കിങ് ഫിഷ് വെള്ളം പൊങ്ങിയപ്പോ കിങ് ഫിഷുമില്ല, ഒരു ഫിഷുമില്ല. അവള് മണ്ണ് തട്ടിപ്പറിക്കാ, മണ്ണായിരുന്നു മണ്ണുമായിട്ട് പോയപ്പോഴേ. എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. നമുക്ക് രസകരമായി തോന്നിയാൽ ഇവിടൊക്കെ ദൈവം പഠിപ്പിക്കുക. സ്വന്തം ഭർത്താവ് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചിട്ട് അന്തുതുമ്പരം കൊടുക്കാൻ ഒത്തോ? കോവിഡിന് ഒത്തോ? സ്വന്തം ഭാര്യയുടെ മൃതദേഹം കാണാനൊത്തോ? കൂടെ ജീവിച്ചതല്ലേ 8, 10, 20 കൊല്ലം ഒത്തോ? അടക്കത്തിന് കൂടാനൊത്തോ? അന്ത്യമായിട്ടൊന്ന് കാണാനൊത്തോ? എന്നിട്ടും അഹങ്കാരം കുറയുന്നുണ്ടോ? അടുത്തൊരു വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വിനയത്തോടെ താഴ്മയോട്, അവൻ മനസ്സലിവോടെ ദയയോടെ മനുഷ്യനായി കണ്ട് മുൻപോട്ട് പോയാൽ നിനക്ക് അനുഗ്രഹമാണ്. താഴ്മയോടെ നടക്കണം. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല, ഭൗതിക വസ്തുക്കളൊന്നും. അതുകൊണ്ട് എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ല, ഒന്നും കൊണ്ടുചെല്ലണ്ട. ഇന്ന് രാത്രി നിന്നെ ഒന്ന് കൊടുത്താൽ മതി. നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. മറ്റൊരുത്തരും രക്ഷയില്ല, യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഇന്ന് രാത്രി ആ രക്ഷകൻ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ രക്ഷകന് നീ ഹൃദയം കൊടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി രക്ഷ കൈവരിക്കാം. എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? ഓടിച്ചു വായിച്ചോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വായില്ലേ. സുവിശേഷത്തിന്റെ വിശേഷത 2, 6-ാം അധ്യായത്തിന്റെ 14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ 1-ാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. 2, സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സുവിശേഷം സമാധാനം തരും. അതെന്താ? അതെ, സുവിശേഷം കൊണ്ട് സമാധാനമാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം പല പ്രശ്നങ്ങളുള്ളവരാ, എന്നാലും എന്ത് സമാധാനമായിട്ടായിരിക്കുന്നത് ഇല്ലേ? കടമുള്ളവർ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. കടമുള്ളവർ ഒന്ന് കൈപോക്കിക്കുക, തരാനല്ല അറിയാനാ. 2 പേരേ ഉള്ളൂ. അങ്ങോട്ട് പോക്ക് എല്ലാം അങ്ങും ഇഷ്ടം പോലെ. എന്നാലും എന്ത് സന്തോഷിച്ചായി. അതന്നെ, അത് ഈ സമാധാനം ഉള്ളത് കൊണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്തവര് ഇതിനകത്തിരിപ്പുണ്ട്. ഈ ഭൂമിയിലെ സ്വന്തം കൈപോക്കിക്കുക. അതെ, എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ശാരീരിക രോഗപീഠകൾ, പല രോഗങ്ങളുള്ളവർ വന്നിട്ടുണ്ട്. സീരിയസ് ആയതും അല്ലാത്തതും ഒക്കെ പല. ഒന്ന് കൈ നോക്കിക്കുക, രോഗികളായിട്ട് മുഴുവനാണ്. ചെല്ല് പൊക്കാത്തതും അവർ പൊക്കട്ടെ, ഏതായാലും ഇനി പൊക്കിട്ട് വലിയ കാര്യം. അതുകൊണ്ട് പൊക്കാതിരിക്കുന്നത് എല്ലാത്തിനും ഉണ്ട്. എന്നാലും എന്ത് സമാധാനത്തോടായിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ പാസ്റ്റർമാർ താണ്ടെ സാവുചാനും സഹിച്ചാനും ദൈവനാസനും സൂര്യനും ഒക്കെ പ്രശ്നങ്ങളില്ലേ? ഉള്ള മുഴുവൻ പ്രശ്നമാണ്. എന്നാലും ഞങ്ങൾ എന്ത് സന്തോഷത്തോടായിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ലേ? കൊള്ളാം.
പക്ഷെ എന്നെ കണ്ടാ പറയത്തില്ല, ഒന്നും പറയത്തില്ല. അത് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഞങ്ങൾ ഞെരുക്കത്തിൽ കൂടി പോകുന്ന അനേകരെ സമ്പന്നരാക്കുക, അതായി ശുശ്രൂഷയുടെ മകത്ത്. കാരണം അവൻ യേശു ക്രിസ്തു ഞങ്ങളുടെ സമാധാനം. ഈ സമാധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രണ്ട് വിധത്തിലുണ്ട്, രണ്ടല്ല ഒത്തിരി ഉണ്ട്. രണ്ട് പറയാം. ഒന്ന്, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, ദൈവത്തോട് സമാധാനം. അതിനാ അയ്യോ നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു ഒരിക്കൽ. ദൈവം നമുക്ക് ശത്രുക്കളല്ല, നമ്മളായിരുന്നു പുള്ളിയുടെ ശത്രു. സ്വന്തരാഴ്ച എടുക്കാം, ഇനി അതിന് മട്ടം വരികയായിരിക്കും പറയാനായിട്ട്. ഇല്ല, ഒക്കെ എടുക്കാൻ ഞാനതെല്ലാം കണ്ടിരിക്കുക. അപ്പൊ എല്ലാരും കൊടുക്കണേ. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്ന്, ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ദൈവത്തോടും സ്വർഗത്തോടും ദൈവവചനത്തോടും എല്ലാം നമ്മൾ ശത്രുക്കളായി ജീവിച്ചു. എന്നാൽ ആ ശത്രുക്കളാകുന്ന നമ്മെ ദൈവത്തോട് സമാധാനപ്പെടുത്തിയ മാർഗമാണ് സുവിശേഷം. എങ്ങനെ സമാധാനമാക്കി? ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, ഇരുമ്പാലുകളാൽ തറയ്ക്കപ്പെട്ട് യേശു ഊന്നപ്പെട്ട് കിടക്കുക കർത്താവിന്റെ മകത്ത്. അങ്ങനെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യവർഗം ദൈവത്തിന് ശത്രുക്കളായിരുന്നു. ആ ശത്രുവാകുന്ന എന്റെയും നിന്റെയും കയ്യിൽ യേശു പിടിച്ചു. എന്നിട്ടോ സർവജ്ഞനായ ദൈവത്തിന്റെ കരത്തിലും ഒരു കരം കൊണ്ട് പിടിച്ചു. അങ്ങനെ എന്നെയും നിങ്ങളെയും ശത്രുക്കളാകുന്ന നമ്മെ അവിടുത്തെ തൃക്കരം കൊണ്ട് പിടിച്ച് അവൻ ദൈവത്തോട് നിരപ്പാക്കി. സമാധാനം, ദൈവത്തോട് ഇപ്പൊ സമാധാനം, ദൈവത്തിന് മഹത്വം. മാത്രമല്ല, വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. ആരായി ദൂരസ്ഥരും സമീപസ്ഥരും? ഒറ്റവാക്കി പറയാനേ നേരമുള്ളൂ. ദൂരസ്ഥര് നമ്മളായിരുന്നു, സമീപസ്ഥര് യഹൂദന്മാരാണ്. അവർക്കൊരു അഹങ്കാരമുണ്ട്, ഞങ്ങളാണ് ദൈവത്തിന്റെ. നമ്മുടെ കൊണ്ട് ചില ആൾക്കാർ സ്തോത്രം പറയാൻ പോലും വലിയ ഗമണ്ട. നാളെ ഒരുത്തന് കൈ കൊടുത്തവൻ രണ്ടുപേരല്ലേ, വലിയ പുള്ളിയാ രണ്ട് അതില് മൂന്നില്ലാഞ്ഞിട്ടല്ല, മൂന്ന് പേരെ ഇടപ്പുണ്ട്. 3 2 5 ആണല്ലോ മൊത്തം, രണ്ടേതാണ് വലിയ പുള്ളിയാണ്. സൂര്യന് മനസ്സിലായി കാണും. പറയണ്ട പുള്ളിയുടെ കക്ഷികൾ ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറ്റുണ്ടായോ. എനിക്ക് വഴി തിട്ടമുണ്ട്, സൂര്യന് വഴി തിട്ടമുണ്ടോ? എന്നാ വേണ്ട. ഞാൻ ചിലപ്പോ തൊണ്ടൻകുടിയിലോട്ട് ഓടി ആട്ടെ ശൈലമ്മയെ വിളിച്ച് പോട്ട്, ചിലപ്പോ കാഞ്ഞപ്പള്ളി വെന്നിച്ചന്റെ വീട്ടിലോട്ട് ഞാൻ പോകും. സുഖം കറങ്ങും, പറയണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, രണ്ടുപേരല്ലേ, വലിയ പുള്ളിയാണ്, രണ്ടുപേരല്ലേ. അത് എനിക്കെന്ത് സങ്കടം തോന്നി. അത് കഴിഞ്ഞപ്പോ വേറൊരു പുള്ളി എന്ന് കൊടുത്ത പുള്ളിക്ക് ഒരു പേരല്ലേ. അപ്പൊ എനിക്കൊരു ആശ്വാസം, എനിക്ക് രണ്ട് താന്നല്ലോ, വലിയ കാര്യം. എന്താ വായിക്കും? അയ്യോ ഒന്ന് സംസാരിക്കാനോ ഒന്നും മനസ്സില്ലെന്ന്. ഞങ്ങൾ വലിയ ആത്മീയത്തിന്റെ ഉത്തുംഗ ശ്രേണി കയറി ഞാൻ അങ്ങനെ മകുടത്തിൽ ഇരിക്കുക എന്നുള്ള ചിന്തയാണ്. ഇവിടെ പോട്ട ഏത് മനുഷ്യന് ഉറച്ചു നിന്ന ഒരു ശ്വാസമാണ്. യഹൂദന്മാർക്ക് അങ്ങനെ ചില ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ്, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ അതാണ് സമീപസ്ഥര്. അവർക്ക് ചിന്തയുണ്ട്, ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണ്. അവര് ദൂരസ്ഥര് നമ്മളെ രണ്ടുപേരെയും കൂടെ സമാധാനത്തിലാക്കിയ മാർഗമാണ് സുവിശേഷം. ദൈവത്തോട് സമാധാനം, തമ്മിൽ നമുക്ക് സമാധാനം മാത്രമാണോ നമ്മുടെ ഹൃദയത്തിന് സമാധാനം? അതെന്താ പറയാ? അത് പറഞ്ഞേക്ക് സ്വോത്രകാഴ്ച എടുക്കുക. യേശുവിന്റെ സമാധാനമാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒന്നും കനക്കരുതെന്ന് പറഞ്ഞേച്ച് വന്നിട്ട് പറയാ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. അപ്പൊ ഇത് പറയുമ്പോൾ യേശു സമാധാനത്തോടാ പറയുന്നത്. ചിന്തിക്കണം, ഇത് പറഞ്ഞേച്ച് അടുത്തത് ഗതസമനിലോട്ട് പോവുക. കർത്താവിനറിയാം ഇത് കഴിഞ്ഞ് ഗദ്രോന്തോട്ട് കിടക്കും, ഗതസമനെ ചെല്ലും, വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായി വന്ന് പിടികൂടും. അവിടെ മുതൽ ആക്ഷേപിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും മുഖത്തെ രോഗമെല്ലാം പിടിതെടുക്കും. മുൾക്കിരീടധാരിയായി പോകേണ്ടി വരും, കുരിശുമരം ചുമക്കേണ്ടി വരും. ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമുണ്ട്, മുതുക് ഉഴവയാല് പോലെ നീളത്തിൽ കീറപ്പെടും.
കണ്ടാലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെടും. അവൻ കോത്തായി കൊണ്ടുപോകും. രണ്ട് ദുഷ്പ്രവർത്തികളുടെ നടുവിൽ തറയ്ക്കും. ആളുകളാൽ ഭൂതപ്പെട്ട് കിടക്കും. അവൻ ഒടുവിൽ വിലാപ്പുറത്ത് കുത്തും. ഇതെല്ലാം കണ്ടപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോൾ പറയുക, എന്റെ സമാധാനം. അതാ സമാധാനം. ഈ സമാധാനം സുവിശേഷത്താൽ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ആ സമാധാനം പ്രാപിക്കാത്ത ആരെങ്കിലും വന്നാൽ, സ്നേഹിത, സുഹൃത്ത്, പിതാവേ, മാതാവേ, ഒരു കാശ് കൊടുക്കേണ്ട, ഒരു സാധനവും കൊണ്ട് കൊടുക്കേണ്ട, നിൽക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത്, ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ദൈവമേ, എന്റെ യേശുവേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. ബാക്കി സ്വോത്ര കാഴ്ച കഴിഞ്ഞ് പാടുന്നുണ്ടോ? പെട്ടെന്ന് പാടി.